എല്ലാവർക്കും സ്വാഗതം. കുക്കു ഫാമിലി ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാലട. നല്ല പിങ്ക് പാലടയാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിട്ടാണ് ഇന്ന് പാലട ഉണ്ടാക്കുന്നത്. ഇതാ എനിക്കൊരു 3 പേർക്കുള്ള മതി. അന്നേരം ഇപ്പം ഇത്രയും പഞ്ചസാരയുടെ ഒന്നും ആവശ്യമില്ല. അപ്പം ഞാൻ ഇതുപോലെ അരിപ്പയ്ക്കകത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് ഇച്ചിരി പഞ്ചസാരയൊക്കെ മാറ്റിയിട്ടുണ്ട്. പാക്കറ്റ് അവരെഴുതിയേക്കുന്നത് 1 ലിറ്റർ പാലിൻ്റെ അകത്ത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും ഞാൻ എടുക്കുന്നില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും എടുത്ത് അതിൻ്റെ അകത്തോട്ട് പാലിനകത്ത് ഇട്ടാൽ മതിയോ. അതിന് വേണ്ടി ഞാൻ സെപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ അത് കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് അത് ആവശ്യം വരും. പിന്നെ ഇതെൻ്റെ ഈ ഗ്ലാസ്സിലാണ് ഞാൻ ഒരു 5 ഗ്ലാസ് 4 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളം കൂട്ടിയാണ് ഒഴിച്ചത്. രണ്ട് ഇതുപോലെ തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ആ മിക്സ് ഇട്ട് കൊടുക്കുന്നു. ഇതിൻ്റെ അകത്ത് കശുവണ്ടി മുന്തിരിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ സെപ്പറേറ്റ് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ ഇട്ടിട്ട് ഇളക്കി ഇനി അട വേകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് മിച്ചമുള്ള പഞ്ചസാര ഇത്. പിന്നെ വേണ്ടത് നമ്മുടെ അടയൊക്കെ ഒന്ന് കുറുകി അടയെടുത്ത് നോക്കിയപ്പം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വാങ്ങി അതിൻ്റെ അകത്ത് കുറച്ച് മിനുക്ക് പരിപാടികളൂടെ ഉണ്ട്. ഇനി നമുക്ക് പിങ്ക് കളറാക്കി എടുക്കണ്ടേ നമ്മുടെ വൈറൽ പിങ്ക് പാലട. ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് ഏതെങ്കിലും പാത്രം മതി കേട്ടോ. അതിൻ്റെ അകത്തോട്ട് നമ്മളെ പാലടയ്ക്കകത്തെ പഞ്ചസാര തന്നെയാണ്. പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയതായിട്ട് നമുക്ക് ഉരുക്കിയെടുക്കണം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു. ഇതുപോലെ ജസ്റ്റ് ഉരുക്കി വരുന്നുണ്ട്. ഇനി നമുക്ക് ഞാനിത് എടുക്കുന്ന പാലട കേട്ടോ. പാലടയ്ക്കകത്ത് പഞ്ചസാരയാണല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് പാലടയുടെ ചെറിയ തരിയൊക്കെ ഉണ്ട്. അതൊന്നും സാരമില്ല. തീ ഒരു മീഡിയം ഫ്ലെയിമേ വെച്ചാൽ മതി. ഇല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതേ ഉരുക്കി വരുന്നുണ്ട്. നമുക്കിനി ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഇനി ഡാർക്ക് കളറായി വരുന്നത് കണ്ടോ. ജസ്റ്റ് കളർ മാറി മാറി വരും. നമുക്ക് ഒരു ബ്രൗണിഷ് കളറായി വരുമ്പോഴത്തേന് നമുക്ക് ഇപ്പം ഇനി പായസം ഉണ്ടാക്കുന്നവർ അവർ പറഞ്ഞേക്കുന്ന പോലെ 1 ലിറ്ററിൻ്റെ അകത്ത് തന്നെ 1 ലിറ്റർ പാലിൻ്റെ അകത്ത് തന്നെ പായസം ഉണ്ടാക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ കൂടുതലായിരിക്കും. ഇല്ലെങ്കിൽ കുറച്ച് നീക്കം ചെയ്യേണ്ടി വരും. ഇതേപോലെ ബ്രൗൺ കളറായി നമുക്ക് നിർത്താം. അപ്പോൾ ഒരു കളറൊക്കെ വന്നു കേട്ടോ. അത് ഞാൻ അതൊന്നും കാണിക്കുന്നില്ല. കാരണം എൻ്റെ കയ്യിൽ ഫോണുണ്ട് ഒരു കയ്യിൽ. ഇതങ്ങനെ പായസം ഇഷ്ടമല്ലാത്ത എൻ്റെ പിള്ളേർക്ക് ഞാൻ കൊടുത്തു. ഒരു നല്ലതാണെന്നൊക്കെ പറഞ്ഞു. കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ എല്ലാവരും വെച്ച് നോക്കുക. ഭയങ്കര ടേസ്റ്റൊന്നും പറയില്ല. ഇതിലും ഇഷ്ടം അടപ്രഥമൻ കഴിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നറിയണമെങ്കിൽ ലൈക്കിലൂടെയൊക്കെയല്ലേ എനിക്കറിയാൻ പറ്റത്തുള്ളൂ. കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവർ കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.